നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ ചില നാളുകളായി G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. നിങ്ങളുടെ കൂട്ടായ്മ, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വലംകരം എന്നിവകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ക്ലാസ് തുടരുകയാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പഴയ നിയമ പുതിയ നിയമ പൗരോഹിത്യവർഗങ്ങളെ തമ്മിൽ ഇണച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഇതിന് G2R അഥവാ ജെനസിസ് ടു റെവലേഷൻ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിൽ മരുഭൂമിയിലായിരുന്ന ലേവ്യ പൗരോഹിത്യജനം പുറത്തുണ്ടായിരുന്ന യാതൊരു ജനങ്ങളുമായി, ആരാധനാ സമ്പ്രദായങ്ങളുമായി, പൂജാവിഷയങ്ങളുമായി ബന്ധം പുലർത്താതെ വേർപെട്ട ജനങ്ങളായി ജീവിച്ചതുപോലെ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതവർഗവും യാതൊരുവിധ അന്യായ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാതെ വണ്ണം തനിച്ചു പാർക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 7 കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തത്. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യവും കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1 മുതൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും പുതിയ നിയമത്തിലെ വേർപാട് സംബന്ധമായ ഉപദേശത്തെക്കുറിച്ചും അന്യ ഉപദേശക്കാരുമായി ബന്ധമില്ലായ്മയെക്കുറിച്ചും തിരുവചനത്തെ അടിസ്ഥാനമാക്കി പഠിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിന് നമ്മൾ ഉപസംഹാരം കുറിച്ചത്. ഇവയത്രേ തനിച്ചു പാർക്കുന്നു എന്ന് ജാതികളുമായി ഇണയില്ലാപ്പണ കൂടാത്തവർ എന്നും ബിലെയാം എന്ന പ്രശ്നക്കാരൻ സൂത്ത്സെയർ അഥവാ മന്ത്രവാദി അല്ലെങ്കിൽ ലക്ഷണവിദ്യക്കാരൻ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴ്വരയിൽ കിടക്കുന്ന ജനം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് സാക്ഷ്യം പറഞ്ഞത്. ശ്രദ്ധിക്കുക, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാമത്തെ വാക്യവും യോശുവയുടെ പുസ്തകം 13, 22 എന്നീ വാക്യങ്ങളിലും ലേവ്യ പുസ്തകം 20-24, ആവർത്തന പുസ്തകം 32-5, യെശയ്യാവിൻ്റെ പ്രവചനം 52-11. പഴയ നിയമ പൗരോഹിത്യ ജനങ്ങളുടെ മരുഭൂമി യാത്രയ്ക്കും പാളയം അടിച്ചുള്ള ജീവിതത്തിലും മുകളിൽ ദർശിച്ച പ്രകാരം ക്രമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവരെക്കാൾ അവിവരണീയമാം വിധം ഭാഗ്യകരമായി ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ ദൈവസഭാവിശ്വാസികൾ അഥവാ രാജകീയ പുരോഹിതവർഗം എത്രയോ ശ്രേഷ്ഠകരമായ വിധത്തിൽ വിശുദ്ധിയിലും വേർപാടിലും കൂടി ജീവിക്കേണ്ടവർ ആകുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും അവരവരുടേതായ ആഠ്യത്വം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലാകട്ടെ ഇത് രണ്ടും കൂടെ ചേർത്തിണക്കി നാം തീർത്തും അവരെക്കാട്ടിൽ വ്യത്യസ്തരുള്ളവരായി ജീവിക്കണമെന്നല്ലേ തിരുവചനം പഠിപ്പിക്കുന്നത്. അവരുടെ പാളയത്തിൻ്റെ ക്രമം നോക്കുക. ഓർഡർ ഓഫ് ദെയർ ക്യാമ്പ്. അവരുടെ പാളയം സ്ഥിരതയില്ലാത്തവണ്ണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദേശാന്തരികളുടേതുപോലെ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ക്രമരഹിതമായ ആവാസ വിധി മുറകൾ ഇല്ലാത്തതല്ലായിരുന്നു. പ്രത്യുത ഒരു ശത്രുരാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച്
പിടിച്ചടക്കി സ്വന്തമാക്കുവാൻ പരിശീലനം സിദ്ധിച്ച് അച്ചടക്കത്തോടുകൂടി പ്രതാപശാലിയും ശക്തനുമായ ഒരു രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് അണിയണിയായി നടകൊള്ളുന്ന അഥവാ മാർച്ച് ചെയ്യുന്ന പടയാളികളുടേത് അല്ലെങ്കിൽ സൈന്യത്തിൻ്റേതുപോലെയായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂമി യാത്ര. അവരുടെ യാത്രയിൽ മുഖ്യ പങ്ക് വഹിച്ചത് 20 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവരും യുദ്ധത്തിന് പ്രാപ്തിയുള്ളവരുമായ 6,3550 പേരായിരുന്നുവല്ലോ. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഇവരുടെ 12 ഗോത്രങ്ങളിൽ യുദ്ധത്തിന് പ്രാപ്തിയുള്ളവരിൽ 1-ാം സ്ഥാനത്ത് യഹൂദാ ഗോത്രക്കാരായിരുന്നുവെന്നും അവരുടെ സംഖ്യ 74,600 പേർ ആയിരുന്നുവെന്നും സംഖ്യാപുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ കാണുന്നു. ഇവരായിരുന്നു ഇവരുടെ പ്രയാണത്തിൽ, യാത്രയിൽ, അണിവകുപ്പിൽ ഏറ്റവും മുൻപിൽ. അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് അണിയണിയായി നടന്ന് സമാഗമന കൂടാരത്തിൻ്റെ നേർക്കിഴക്ക് പാളയം അടിച്ചത്. അവരുടെ വലതുഭാഗത്ത് ഇസ്സാഖാർ ഗോത്രവും ഇടതുഭാഗത്ത് സെബൂലൂൻ ഗോത്രവും പാളയം അടിച്ചു. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ ഗോത്രക്കാരുടെ പാളയത്തിന് മുൻപിൽ കിഴക്കോട്ട് ദർശനമായി അടിക്കപ്പെട്ടിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ 20 മുഴവും വീതിയുള്ള വാതിൽ തള്ളി ഒഴിച്ച് തിരുനിവാസത്തിൻ്റെ മുൻവശത്ത് കിഴക്ക്, സമാഗമന കൂടാരത്തിൻ്റെ മുൻവശത്തു തന്നെ സൂര്യോദയത്തിന് നേരെ ഇരുവശങ്ങളിലുമായി മോശയും അഹരോനും അവരുടെ പുത്രന്മാരും കുടുംബമായി പാളയം ഇറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ ചാർജ് ഓഫ് ദി സാങ്ച്വറി, അവരുടെ കാര്യം നോക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 3:38. ലേവി ഗോത്രക്കാർ, അവരിൽ നിന്നും ഉള്ള പുരോഹിതന്മാർ യഹോവയാം ദൈവത്തിൻ്റെ കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളും വഹിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് രൂബേൻ ഗോത്രക്കാർ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൊടിയും പിടിച്ചുകൊണ്ട് 46,500 പേർ നടന്നു പോകുമ്പോൾ അവരുടെ തൊട്ടു പുറകെ ശിമിയോൻ ഗോത്രം അവരുടെ 59,400 പേരും, അതിനു പുറകിൽ ഗാദ് ഗോത്രം 45,650 പേരും അണിയണിയായി സമാഗമന കൂടാരത്തിൻ്റെ തെക്ക് ഭാഗത്ത് നടന്നുവന്ന് അവരുടെ പാളയം അടിക്കുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. രൂബേൻ ഗോത്രം ആദ്യജാതന്മാരുടെ ഗോത്രമല്ലേ, മുൻപിൽ ഞങ്ങളല്ലേ പോകേണ്ടത് എന്നും, യൂദാ ഗോത്രം 4-ാമത്തെ ഗോത്രമല്ലേ, അവർ 4-ാമത് വന്നാൽ മതിയെന്നും അവർ അഹങ്കാരത്തോടുകൂടെ പറയാതെ ദൈവം നിർദ്ദേശിച്ച രീതിയിൽ യാത്ര തുടരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗത്തിൽ ദൈവ ശുശ്രൂഷയോടും ആരാധനയുടെ ക്രമീകരണത്തോടും ഉള്ള ബന്ധത്തിൽ ഇളയവരെന്നും മൂത്തവരെന്നും നേരത്തെ വന്നവരും പിന്നീട് വന്നവരെന്നും പ്രായമുള്ളവരെന്നും ഇല്ലാത്തവരെന്നും പണക്കാരെന്നും പണമില്ലാത്തവരെന്നും വിദ്യാസമ്പന്നരെന്നും വിദ്യാവിഹീനരെന്നും ഉള്ള തലയെടുപ്പ് പ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൈവം ആക്കിയിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവമാക്കിയിരിക്കുന്ന വ്യക്തികൾ അത്രേ ചെയ്യേണ്ടത് എന്ന് മറന്നു പോകരുത്. അവരുടെ യാത്രയുടെ 3-ാമതായി എഫ്രയീം പാളയം അവരുടെ കൊടിയുമായി 40,500 പേർ, അവരുടെ പിന്നാലെ മനശ്ശെ ഗോത്രം 32,200 പേരും, അവരുടെ പുറകിൽ ബെന്യാമീൻ ഗോത്രം 35,400 പേരും അണിയണിയായി യാത്ര ചെയ്ത്
സമാഗമന കൂടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാളയമിറങ്ങുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. മരുഭൂമിയിൽ പാർത്ത ജനങ്ങൾ, വേലിയില്ല, ഹൈവേ ഇല്ല, വര ചതിരിയല്ല പോകുന്നത്. എന്നിട്ടും അവരുടെ പാളയത്തിൻ്റെ ക്രമീകരണവും അവരുടെ നടപ്പും. 4-മതും അവസാനമായും ദാൻ ഗോത്രമാകുന്നു പോകുന്നത്. അവർ 62,700 പേർ. അവരുടെ പുറകിൽ ആശയൻ ഗോത്രക്കാർ 41,500 പേർ. അവരുടെ പിന്നാലെ നഫ്താലി ഗോത്രം 53,400 പേരുമായി അണിവകുപ്പ് ആചരിച്ച് യാത്ര ചെയ്ത് സമാഗമന കൂടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാളയം അടിക്കുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 25 മുതൽ 31 വരെ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഏറ്റവും മുൻപിൽ യഹൂദ ഗോത്രക്കാരൻ അവൻ്റെ കൊടിയടയാളം സിംഹത്തിൻ്റെ കൊടിയും പിടിച്ചു പോകുമ്പോൾ, ഏറ്റവും പുറകൽ നഫ്താലി ഗോത്രം. അവരുടെ വിശേഷത ന്യായാധിപന്മാരുടെ പുസ്തകം 5:18 സെബുലൂൻ പ്രാണനെ തേച്ചേലം, നഫ്താലി പോർക്കളമേട്ടിൽ തന്നെ. അവരുടെ കൊടിയടയാളമായ കഴുകൻ്റെ അടയാളവും പിടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും മുൻപിൽ ആരാധനക്കാരനും ഏറ്റവും പുറകിൽ പ്രാർത്ഥിക്കുന്നവരുമാകുന്നു യാത്ര ചെയ്യുന്നതെങ്കിൽ, ഒരു സഭയുടെ മുൻപിൽ ആരാധിക്കുന്നവരും പുറകിൽ പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകുന്നു എങ്കിൽ, ഒരു കുടുംബത്തിൽ ആദ്യം ആരാധിക്കുന്ന പിതാവും ഏറ്റവും പുറകിൽ പ്രാർത്ഥിക്കുന്ന മാതാവും ഉണ്ട് എങ്കിൽ, മുന്നിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വശങ്ങളിൽ നിന്ന് വരുന്ന യാതൊരു ദുഷ്ടശക്തിക്കും അവരെ തോൽപ്പിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് ആത്മീയമായി രാജകീയ പുരോഹിതവർഗം ഹൃത്തടത്തിൽ കരുതിക്കൊള്ളേണ്ട ഒരു മാർമിക വിഷയം അത്രേ. അടുത്തതായി, മോശയുടെയും കുടുംബത്തിൻ്റെയും കൂടാരങ്ങൾ തിരുനിവാസത്തിൻ്റെ നേരിട്ടുള്ള മുൻവശത്ത്, സൂര്യോദയത്തിന് നേരെ വലതുഭാഗത്ത്, അഹ്റോൻ്റെയും കുടുംബത്തിൻ്റെയും കൂടാരം ഇടതുഭാഗത്തും അടിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 3:38, കെഹാത്തിൻ്റെ കുടുംബക്കാർ സമാഗമന കൂടാരത്തിൻ്റെ സമീപത്ത് ഇടതുവശത്ത്, 2-ാമത്തെ ഗണമായി രൂബേൻ ഗണത്തിൻ്റെ മുൻവശത്ത്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതായത് തെക്കും വശത്തും പാളയം ഇറങ്ങുന്നു. അപ്പോൾ തന്നെ മെരാരി കുടുംബം സമാഗമന കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് 4-ാമത്തെ ഭാഗമായി ദാൻ കൂടാരത്തിൻ്റെ മുൻവശത്ത് അടിക്കുന്നു. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഗർശോന്യരുടെ പാളയം 2-ാമത്തെ ഗണമായിരുന്ന എഫ്രൈം പാളയത്തിൻ്റെ മുൻപിൽ കൂടാരത്തിൻ്റെ അരികിൽ പടിഞ്ഞാറ് വശത്തുമായിരുന്നു അടിച്ചിരുന്നത്. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും 20 വയസ്സ് മുതൽ മേലോട്ട്, ലേവി ഗോത്രം ഒഴികെ, യുദ്ധത്തിന് പ്രാപ്തിയുള്ള പുരുഷന്മാരുടെ എണ്ണം എടുത്തപ്പോൾ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണി അവരുടെ സംഖ്യ എടുക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചു. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അവരെ യോദ്ധാക്കളായി എണ്ണാതെ സാക്ഷി നിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും, തിരുനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും ശുശ്രൂഷകന്മാരായി തിരുനിവാസത്തിനു ചുറ്റും പാളയം അടിച്ച് പാർക്കുകയും, പാളയം ഒരിടത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ അത് അഴിച്ചെടുത്ത് കൊണ്ടുപോവുകയും പാളയം അടിക്കുമ്പോൾ കൂടാരം നിവർക്കുകയും ചെയ്യുന്ന ജോലി ലേവി ഗോത്രക്കാരിൽ ശേഷിച്ചവർക്കായിരുന്നു. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 50-51, 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യരുടെ എണ്ണം മറ്റു ഗോത്രക്കാരിൽ യുത്രപ്രാപ്തരായവരുടെ സംഖ്യ
20 വയസ്സ് മുതൽ നിശ്ചയിച്ചപ്പോൾ ലേവ്യരുടേതാകട്ടെ 1 മാസം മുതൽ മേലോട്ട് പ്രായമായവരുടെ സംഖ്യ എടുത്തു. സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായം 22, 28, 34 എന്നീ വാക്യങ്ങൾ. ബാക്കി എല്ലാവരുടെയും സംഖ്യ എടുത്തത് 20 വയസ്സ് മുതൽ മുകളോട്ടുള്ളവരുടേതാണ്. എന്നാൽ ലേവി ഗോത്രക്കാർ, അതായത് ഗെർശോന്യർ, കെഹാത്യർ, മെരാര്യർ എന്നിവരുടെ സംഖ്യ എടുത്തത് 1 മാസം മുതൽ മേലോട്ട് പ്രായം ഉള്ളവർ. ഗെർശോന്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ 7500, കെഹാത്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ 8600, മെരാര്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ളവർ 6200. ആകെ ചുരുക്കി പറഞ്ഞാൽ 22,300 പേർ. സമാഗമന കൂടാരത്തിൻ്റെ അളവ് നോക്കുക. പുറപ്പാട് 27:18. നീളം 100 മുഴം അഥവാ 180 അടി അഥവാ 40 മീറ്റർ. പുറപ്പാട് 27-ാം അധ്യായം 9, 18 എന്നീ വാക്യങ്ങൾ. വീതി 50 മുഴം അഥവാ 75 അടി അല്ലെങ്കിൽ 23 മീറ്റർ. പുറപ്പാട് 27-ാം അധ്യായം 14, 18 എന്നീ വാക്യങ്ങൾ. ഉയരം 5 മുഴം അഥവാ 7.5 അടി അല്ലെങ്കിൽ 2.3 മീറ്റർ. പുറപ്പാട് 27-18. തിരുനിവാസം അഥവാ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ആകെ നീളം 30 മുഴം. സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിൻ്റെ അകത്തുള്ള തിരുനിവാസത്തിൻ്റെ അളവാണ് ഈ പറഞ്ഞത്. 30 മുഴം അഥവാ 45 അടി. ഉയരം 10 മുഴം അഥവാ 15 അടി. 26-ാം അധ്യായം പുറപ്പാട് 15-ാം വാക്യം. അതിവിശുദ്ധ സ്ഥലം സമചാതുരം ആണ്. 10 മുഴം ഗുണം 10 മുഴം അഥവാ 15 അടി ഗുണം 15 അടി അർത്ഥാൽ 225 സ്ക്വയർ മീറ്റർ. വിശുദ്ധ സ്ഥലം സമമാകണം, സമകോണമാണ്, റെക്റ്റാങ്കിൾ. 20 മുഴം ഗുണം 10 മുഴം അഥവാ 450 സ്ക്വയർ ഇഞ്ചസ്. പ്രാകാരത്തിൻ്റെ വാതിൽ നീളം 20 മുഴം അഥവാ 30 അടി. പ്രാകാരവാതിലിൻ്റെ ഉയരം 5 മുഴം അഥവാ 7.5 അടി. പ്രാകാരവാതിലിന് 4 തൂണുകൾ. പുറപ്പാട് 27-16. പ്രാകാരവാതിലിന് 5 പ്രവേശന ദ്വാരങ്ങൾ. പുറപ്പാട് 27-16. ഇത്രയുമാണ് സമാഗമന കൂടാരത്തിൻ്റെ അളവുകൾ. അടുത്തത് കൃപാസനം, അതിൻ്റെ സ്ഥാനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവകൾ എവിടെല്ലാം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പുതിയ നിയമ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് ഉതകുന്ന വിധത്തിൽ ഉള്ളതാണ് എന്ന് മറന്നു പോകരുത്. വാതിലിന് 4 തൂണുകൾ വെച്ച് വ്യത്യസ്തപ്പെടുത്തി 5 ദ്വാരങ്ങൾ, 5 കൃപയെ കാണിക്കുന്നത്രേ. ആലയത്തിൻ്റെ ഉള്ളിൽ കൃപയാലെയാണ് പ്രവേശനം. ലേവി ഗോത്രക്കാർക്കുള്ളിൽ വരുന്നത് കൃപയാലുള്ള അനുവാദത്താലാണ്. 4 തൂണുകൾ വെച്ച് ആലയത്തെ വേർതിരിച്ചിരിക്കുന്നത് പോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 വ്യക്തികൾ സുവിശേഷത്തിൻ്റെ 4 സ്വഭാവങ്ങൾ വെളിപ്പെടുത്തി വാതുക്കൽ നിൽക്കുന്നു. അത് കടന്നു വേണം അകത്തു വരേണ്ടത്. എങ്കിൽ യേശുക്രിസ്തു രാജാവ്, യേശുക്രിസ്തു ദാസൻ, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യൻ, യേശുക്രിസ്തു ദൈവപുത്രൻ എന്നീ 4 വിഷയങ്ങൾ ഗ്രഹിച്ച ശേഷം ആണ് ആലയമാകുന്ന ദൈവസഭയുടെ ഉള്ളിൽ വരേണ്ടത്. ഇതൊക്കെ ദൈവസഭാ ശുശ്രൂഷകന്മാർ വിശ്വാസികളെ പഠിപ്പിച്ച് ആലയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം എന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. തുടരുന്നും നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, തുടർന്നും അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരും. എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അനുഗ്രഹിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.